ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് P4 Pets എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാൾക്ക് ശേഷം ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ന്യൂ ഇയർ ആയിട്ട് ഇതുവരെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അന്ന് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, ട്രെയിനിങ്ങിൻ്റെയും കാര്യത്തിൻ്റെയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായി പോയി. പിന്നെ പ്രാവിനെ പറത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ എപ്പോൾ പറത്തിയാലും വയലി അടിക്കും. എൻ്റെ 1-2 പ്രാവിനെ വയലി കൊണ്ടുപോയി. പിന്നെ ഒരെണ്ണം തിരിച്ച് വന്ന് വയലി അടിച്ചിട്ട് ഇപ്പോൾ ദേഹം മൊത്തം മുറിഞ്ഞിട്ടാണ് വന്നേക്കണത്. കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സെയിൽ പോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ വന്നേക്കണത്. പിന്നെ ഒരു 4 പ്രാവിനെ പറത്തിയിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പം സെയിൽ പോസ്റ്റ് എന്നുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ സെയിലിനുണ്ട്. ഇതിപ്പം ബാക്കിയുള്ളതൊക്കെ അടുത്ത ആഴ്ച സെറ്റ് ആവുള്ളൂ. എല്ലാം സെൽഫ് ഈറ്റിംഗ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണ്. ഈ സബ്ജയിൽ പറഞ്ഞത് ഓൾറെഡി ഒരാൾ പറഞ്ഞു വെച്ചേക്കുന്നതാണ്, ഈ കത്തയ്ക്ക് കൊടുക്കില്ല. അപ്പം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വയലി അടിച്ചെന്ന് പറഞ്ഞ പ്രാവ് ഇതാണ്. ഞാൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഇച്ചിരി ശോകമാണ്. വയലി നല്ല രീതിക്ക് പ്രാവിനെ അടിച്ചായിരുന്നു. ഒരു മിനിറ്റ് ഗൈസ്. ഇവിടെ അടിച്ചിട്ട് ഇവിടെ മൊത്തം കീറിപ്പോയായിരുന്നു. ഇപ്പം മരുന്നൊക്കെ വെച്ച് മരുന്നടിച്ച് ഇപ്പോൾ ഉണങ്ങി, കുഴപ്പമൊന്നുമില്ല. ഇത്തവണ ചുറ്റിക്കാന്നും പറഞ്ഞ് എടുത്ത കുഞ്ഞായിരുന്നു. വയലി അടിച്ചിട്ടിപ്പം ഇങ്ങനെ ചെയ്യുക. അവിടെ കിടക്കട്ടെ. അപ്പം ആ പ്രാവ് അവിടെ കിടക്കട്ടെ. പിന്നെ പുതിയതായിട്ട് കുറച്ച് പെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെയറൊന്നും ഇതുവരെ എഗ്ഗ് എടുത്തിട്ടില്ല. ഇതൊക്കെ എഗ്ഗ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ സെറ്റ് ചെയ്തേ ഉള്ളൂ. 2 ദിവസം ആവേ ഉള്ളൂ പുതിയ ജോഡി സെറ്റ് ചെയ്തിട്ട്. ഇത് ഞാൻ ജോഡിയിട്ട് എല്ലാത്തിനെയും ഇപ്പോൾ ജോഡി ഇട്ടതേ ഉള്ളൂ. ഇതൊരു ജാക്കപ്പുള്ളി ലൈനാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ നല്ലോണം പറന്നിട്ടുള്ളതാണ്. ഇവിടുന്ന് മിക്കവരും ഇതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കുറുവണത് ഇത് മെയിൽ അല്ല, ഇത് ഫീമെയിലും ഇത് മെയിലുമാണ്. പിന്നെ ബാക്കി അകത്തോട്ടാണ് കാണിച്ചു തരാം ഗൈസ്. കത്തങ്ങയിലൊരു പേര്. ഇതിപ്പോൾ എല്ലാം ഒരുമിച്ചാണ് ജോഡി ഇട്ടേക്കണത്. ഇത് ഇതുവരെ കുഞ്ഞിറക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോവുക. ഇതും എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്ലോഡ് ചെയ്ത് തരാം. ഇതിൽ ഇറങ്ങിയ 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പറക്കണത്. അതിപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഒരു സബ്ജി എങ്കിൽ കയറി. ഗൈസ്, ഈ 3 പേരെ സ്ഥലം അണക്കാൻ വേണ്ടി ഇട്ടേക്കണേണ്. എല്ലാം 0 കല്ലിയാണ്, കല്ല് പൊട്ടിയിട്ടില്ല. അപ്പം സ്ഥലം അണക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കണേണ്. ഈ സീസണിൽ പറപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ ഇട്ടേക്കണ്. ഒരു 4 പ്രാവിനെ വിട്ടായിരുന്നു, 3 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം കാണാനില്ല, എവിടെ പോയി? ഇത് മിസ്സാവണമല്ല. 4ാമത്തെ എന്തോ വരുന്നുണ്ട്, ഫ്രെയിമിൽ വരുന്നുണ്ട് ഗൈസ്. ഒറ്റയ്ക്ക് എവിടെയോ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മഴവില്ല് കാണാവോ? അതുകൊണ്ട് മഴവില്ലാരും കണ്ടില്ല എന്ന് പറയുന്നത്. മഴവില്ല് വേണമെങ്കിൽ കാണിച്ചു തരാം, കുറച്ചുകൂടെ കാണാമല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് പ്രാവിലേക്ക് നോക്കാം. 4 പ്രാവും ഓടി തന്നെയുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറവയിൽ എന്തോ ഒരു ഇതുണ്ട്. അതായത് വയലി അടിച്ചതിന് ശേഷം പ്രാവ് പറക്കാൻ പേടിക്കുന്നുണ്ട്.
അതിൽ 3 കുഞ്ഞുങ്ങളും ഒരു 6 കല്ലിയ ഒരു മെയിലുമാണ് ഇപ്പോൾ വിട്ടേക്കുന്നത്. ആ മെയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വെട്ടിത്തിരിഞ്ഞ് വരും. അതുകൊണ്ടാണ് അതിനെ പറത്തിയിരിക്കുന്നത്. അവ അങ്ങ് പോയി വരിക, കാണാമെന്ന് അറിഞ്ഞിട കണ്ട. അവ അങ്ങ് കളിച്ച് വരിക. ആ മെയിലാണ് മേളിൽ നിന്നുള്ളത്. എല്ലാം സ്പ്ലിറ്റായിട്ടാണ് വരുന്നത്. ഇല്ല 2 സെറ്റായിട്ടാണ് വരുന്നത്. 4 ഒരുമിച്ചുണ്ട്, പക്ഷേ സെറ്റ് മാറിയാണ് വന്നിട്ട് ഒരുമിച്ചായിട്ടാണ് പോകുന്നത്. കറങ്ങിത്തിരിഞ്ഞ് സെറ്റാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പറക്കട്ടെ. അപ്പം പ്രാവം പറക്കട്ടെ. പ്രാവ ഞാൻ കൂടുതൽ ഓട്ടിക്കില്ല, ജസ്റ്റ് ഒന്ന് പറന്നിട്ട് കുറച്ച് നേരം പറത്തിയിട്ട് ഞാൻ ഇപ്പം തന്നെ വെട്ട് തുറന്നു വിടും. ഈ വടങ്കിനെല്ലാം തുറന്നു വിടും. അപ്പം പ്രാവ് ഇറങ്ങിക്കോളും. പിന്നെ പറത്താൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണേൽ വെട്ടി ചിറക് വലിച്ച പ്രാവുകളുണ്ട്. ഇത് രണ്ടും ചിറക് വലിച്ച് വെച്ചേക്കണേന്. ഇത് രണ്ടും പറത്താൻ, ഇവനെയും പറത്താനുള്ളൊരു പരിപാടിയാണ്. ഈ ലൈന് പറത്തിയിട്ടുണ്ട്. പറത്തി കൺഫേം ഉള്ളൊരു ലൈനാണ് ഈ 2 പ്രാവ്. ഇതിനെ ഇതുവരെ പറത്തിയിട്ടില്ല, ആദ്യമായിട്ട് പറത്താൻ വേണ്ടി വെച്ചേക്കണേന്. അപ്പോൾ ഇനി ഇതിനകത്തുണ്ട്. അപ്പുറത്ത് കാണിച്ച 3 മെയിലും ഇതുങ്ങൾ ഫീമെയിൽ സെക്ഷനാണ്. ഫീമെയിലിൽ പറത്താൻ വേണ്ടി വെച്ചേക്കണേന്. ഇത് രണ്ടും ഒരു ക്ലച്ചിലെ കുഞ്ഞാണ്. ഈ സബ്ജിയെ വെട്ടി വെച്ചേക്കണേന്, പറത്താൻ വേണ്ടിയല്ല. സബ്ജിയെ പറത്താനല്ല, ബാക്കിയുള്ളതിനെയൊക്കെ ചിറക് വലിച്ച് വെച്ചേക്കണേന് പറത്താൻ വേണ്ടി. ഈ 4 പ്രാവ്. ആ 4 പ്രാവിനെയും പിന്നെ ഈ കുഞ്ഞന്മാരെയും പിന്നെ ഇതിൽ ഓട്ടിച്ചേക്കണേൽ 2 പ്രാവിനെയാണ് പറത്താൻ സീസൺ ഓട്ടിക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഓട്ടിക്കാൻ വെച്ചതിൽ ഒരു കുഞ്ഞിനെയാണ് വേണ്ട വൈലി അടിച്ചിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയത്. ഇതിൻ്റെ കൂടെ പറത്തിയ ഒരു ജാക്കപ്പുള്ളി കുഞ്ഞിനെ ഇത് കൊണ്ടുപോയായിരുന്നു. പിന്നെ ഇത് മാത്രം തിരിച്ചു വന്ന്. പ്രാവ് പറക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത പറവയാണ്. വലിയ ഹൈറ്റൊന്നുമില്ല. 4 വിട്ടേക്കുന്നത് വലിയ ഹൈറ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പ്രാവ് വലിയ ഹൈറ്റ് കയറാണ്ട് ഒരു മീഡിയം റേഞ്ചിൽ നിന്ന് പ്രാവ് പറന്നോളൂ. മറ്റേതല്ലെങ്കിൽ ഓവർ പറവേ പോവുകയും ചെയ്യും. വയലി അടിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ വീണ്ടും ഇതിന് വേണ്ടി പറത്തിക്കളയില്ല പ്രാവ്. അതുകൊണ്ടാണ്. ആവശ്യമില്ല, അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് പ്രാവ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ കുഞ്ഞുങ്ങളെ സെയിൽ പോസ്റ്റ് വീഡിയോ കുറച്ചുകൂടെ ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ പേഴ്സണലായിട്ട് ആരെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇപ്പോഴേ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളാകുമ്പം പറയണേന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ വന്നെടുക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യില്ല ഇത്തവണ. ഞാൻ ഇച്ചിരി തിരക്കാണ്. വീട്ടിൽ വന്നെടുക്കാൻ പറ്റുന്നവർക്ക് വന്നെടുക്കാം. വന്നെടുത്തിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ വന്നെടുത്തോ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് വീട്ടിൽ വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ ഒരു പറവ മാടപ്രാവായിട്ട് സെറ്റായി. ഇപ്പോൾ അവൻ്റെ കൂടെയാണ് കളി. കാണിച്ചു തരാം, നിങ്ങൾ നോക്കണം. ഈ കള്ളപ്പന്നി കണ്ടില്ലേ? കള്ളപ്പന്നിയല്ല, കള്ളി. ഇവിടെ ഇരിക്കുന്നത് മാട, എൻ്റെ ലെഫ്റ്റ് ഇരിക്കുന്നത് എൻ്റെ പറവ. ആ പറവ മസ്തിറങ്ങി നിന്ന സമയത്ത് ഞാൻ 2 ദിവസം തുറന്നു വിട്ട സമയത്ത് അളിയൻ വന്ന് വിളിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. കാണാവോ? ഇരിപ്പുണ്ട്.
പിണക്കത്തിലാണെന്ന് തോന്നുന്നത്. എന്തൊരു പറയാ, തിരിച്ച് വരികയാണെങ്കിൽ പിടിച്ച ഇറങ്ങിയാലും കൊടുക്കുകയെങ്കിലും ചെയ്യായിരുന്നു. വരണ കോളില്ല, ഇപ്പം കൂട്ടി കയറണില്ല, ഇവിടെ ഇറങ്ങണില്ല. എപ്പോഴെങ്കിലും ഇവിടെ വന്നിരിക്കും, തിരിച്ചെന്നിട്ട് പറന്ന് അവൻ്റെ കൂടെ പോവും. അപ്പം മാടരുടെ കൂടെ സെറ്റായി അത്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. പ്രാവ് ഇവിടെ താന്ന് വരുന്നുണ്ട്. ബാക്കി വെട്ടി ഞാൻ തുറന്നു വിടാം കഴിച്ച്. അപ്പോൾ ഒരു പ്രാവ് വിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ വിടാം, നമുക്കിവിടെ പ്രാവിനെ വിട്ടാൽ മതി. പ്രാവ് ഇവിടെ വന്നിറങ്ങും. 2 പ്രാവിനെ വിട്ടിട്ടുണ്ട്. ഇതെൻ്റെ ഒരു നാടനില്ലാഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയി ഇല്ലാത്ത നാടനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ, കുഞ്ഞ് വിരിഞ്ഞിരുന്നപ്പം കുഞ്ഞുങ്ങളെടുത്തുകൊണ്ട് വന്നതാണ്. അതിലിപ്പം മേളിൽ നിൽക്കുന്ന റൈറ്റ് നിൽക്കുന്നത് മെയിലാണെന്ന് കൺഫേമാണ്. ഇത് നിങ്ങൾ കുഞ്ഞാണ്, മെയിലാണോ ഫീമെയിലാണെന്ന് അറിഞ്ഞൂടാ. ഗൈസ്, പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇട്ടിട്ട് അതാണ്ട മോട്ടിൽ തന്നെ ഇറങ്ങും. വേറെ ഒരിടത്തും പോകില്ല. എൻ്റെ ഷീറ്റിൽ ഇറങ്ങും. ഷീറ്റിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഈ നെറ്റ് കൂട്ടിൽ ഇറങ്ങും. നെറ്റ് കൂട്ടിൽ നിന്ന് നേരെ തറയിൽ വന്നിറങ്ങും. വേറെ അപ്പുറം ഇപ്പുറം ബിൽഡിംഗ് എല്ലാം ഉണ്ട്. ഒന്നും അപ്പുറം ഇപ്പുറം ഒന്നും പോകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അതാ ഇറങ്ങണണ്ട. അല്ല, ലൈവ് വീഡിയോ ആണ്. നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല. റാസ്കൽ അപ്പുറം പോയി ഇറങ്ങി. അത് മാത്രമേ ഇങ്ങനെ പോയിരിക്കുള്ളൂ, ബാക്കിയൊന്നും പോവില്ല. ഇപ്പോൾ പറന്നയിൽ 3 കുഞ്ഞ് അവിടെ ഉണ്ട്. 4ാമത്തെ കുഞ്ഞ് അതിൻ്റെ മണ്ടയിൽ തന്നെ കാണും. അപ്പോൾ ഇനി ഗൈസ്, ബാക്കി ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കണം. ഇവന്മാർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇവരെല്ലാം കൊത്തി തിന്നോളും, കുഴപ്പമൊന്നുമില്ല. ചീനയിലൊരു കുഞ്ഞ് വരുമല്ലോ. എന്തൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നല്ല കുഞ്ഞന്മാരാണ്. സബ്ജ തരൂല ഗൈസ്. സബ്ജയൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. ഈ സബ്ജ, ഇവൻ, പിന്നെ അവിടെ 2 സബ്ജ ഉണ്ടല്ലോ. ഈ 2 സബ്ജ, ഇത്രയും, ഈ 3ഉം, പിന്നെ ഈ കത്തങ്ങ, ഇവനെ 3 ഞാൻ പറഞ്ഞു വെച്ചേക്കണേന്. ബാക്കി അവിടെ ഒരു സബ്ജ ഇറക്കമുള്ള പറഞ്ഞതുകൊണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവൻ പാവമാണ്, ഭയങ്കര ഇത് 2 കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കുഞ്ഞ് ചത്തുപോയി. ഉണക്ക് വന്ന് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തെടുക്കണേന്ന് ചത്തുപോയി. 2 ഉണക്കടിച്ചായിരുന്നു. പക്ഷേ ഇവൻ കുഴപ്പമില്ല. ഇവൻ ഭയങ്കര ഇണക്കമുള്ള ഒരുത്തനാണ്. നമ്മളെപ്പോഴും കൈ വെച്ചാലും കയ്യിൽ വന്നിരുന്ന് ഇങ്ങനെ കാണിക്കും. ഇവനെ എനിക്ക് പറത്താൻ താല്പര്യമില്ല. ഇവനെ മിക്കവാറും ഞാൻ ഇണക്കും. കാര്യം ആൾറെഡി റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേരും ഫോൺ നമ്പറും റിങ് നമ്പറും എല്ലാം ഉണ്ട്. ബാക്കിയുള്ള കുഞ്ഞന്മാരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷായിൽ ആ മൈന ടൈപ്പൊക്കെ കുഞ്ഞ് ചോദിച്ചവർക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞൊക്കെ കൊണ്ടുപോകാം. പറക്കും, ഗ്യാരണ്ടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവർ നിങ്ങൾ പറഞ്ഞാൽ മതി. സബ്ജി ഒഴിച്ച് ബാക്കി ഇതിലുള്ള ഏത് വെള്ളയും എന്തും വേണമെങ്കിൽ എടുക്കാം. അത് സബ്ജിയും ഈ കത്തങ്ങ ടൈപ്പും ഇതും ഇവനെ കൊടുക്കില്ല, സബ്ജികളും കൊടുക്കില്ല. 2 സബ്ജി കുഞ്ഞും ഇവനെയും കൊടുക്കില്ല. ബാക്കി ഏത് വേണോ നിങ്ങൾക്ക് തരാം. ഇതിൽ കിടക്കണം. 2, 3, 4, 5, 6, 8 കുഞ്ഞുങ്ങളുണ്ട്. 8 കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ്, ബാക്കി കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് സൂൺ അവൈലബിൾ ആണ്. നേരത്തെ കാണിച്ച പേറുകളുണ്ട്. ഇതിൽ കിടക്കുന്ന ഏത് പേരിൻ്റെ കുഞ്ഞു വേണമെന്ന് ചോദിച്ചാൽ മതി. സാധനം നമ്മളിലുണ്ട്. സാധനം നമ്മൾ തന്നിരിക്കും. നമ്മളങ്ങനെ പറഞ്ഞൊന്നും പറ്റിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണം പറ, ഏത് പേര് വേണമെന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. ഞാൻ ആ സബ്ജ തരൂല എന്ന് പറഞ്ഞ സബ്ജകൾ ഇതിൻ്റെ ഈ സബ്ജ മെയിലിൻ്റെ കുഞ്ഞാണ്. ഈ പേരിൻ്റെ കുഞ്ഞാണ് ഞാൻ ഇപ്പോൾ തരൂല എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ ഇറങ്ങിയത്
ഈ സബ്ജ ഫീമെയിലും ഈ സബ്ജ മെയിലിലും ഇറങ്ങിയ കുഞ്ഞാണ്. നിങ്ങൾക്ക് എന്താണ്ട് ഇവിടെ എല്ലാം താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടി കിടങ്ങുന്ന ഒരു സബ്ജ. കൈസ്, നിങ്ങൾക്ക് നേരത്തെ ഞാൻ മാടയിലൂടെ പോയെന്ന് പറഞ്ഞില്ലേ, അത് ഈ പ്രാവാണ്. ഇവളാണ് ആ മാടയിലൂടെ പോയത്. ആ കള്ള റാസ്കൽ തോ വന്നിരിക്കുന്നുണ്ടോ, ഇവനാണ് ആ മാട. കണ്ട, രണ്ടും കള്ളക്കളികളാണ്. കയറി ഇന്ന് നോക്കിക്കാം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കണോണ്ടാണ്, ഇല്ലെങ്കിൽ ഇതാണ്ട ഇവിടെ വന്നിരിക്കണ്. അതിപ്പോൾ അതോ അവിടെ ഇരിക്കണ്. ഇന്ന് പിടിക്കും, ഇന്ന് പിടിച്ചാറാക്കുന്നതായിരിക്കോ കാര്യം. ഇത് നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല കഴിച്ച്. നമുക്ക് പ്രാവ് പറത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രാവ് അവിടെ ഇറങ്ങിയിട്ട് തട്ടിയിറങ്ങും. ഒന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. സബ്ജയും വന്നിട്ടുണ്ട്. ഈ സബ്ജയെ പിടിക്കണം കഴിച്ച്. അടുത്തത് മേളിൽ നിന്ന് പറന്നിറങ്ങിയിട്ടുണ്ട്. പറത്തിയ കുഞ്ഞാണ് ഇവൻ. ഈ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ പുറത്തിറങ്ങണത്. ഇനി 2 കൂടെ ഇറങ്ങാണ്ട്. 4 പ്രാവിനെയാണ് പറത്തിയത്. 2 പ്രാവും കൂടെ ഇറങ്ങാണ്ട് കഴിച്ച്. ഗൈസ്, പറത്താൻ വെട്ടി വെച്ചേക്കണതിൽ 2 ഫീമെയിലിൻ്റെയും കുഞ്ഞുങ്ങളുണ്ട്. ഈ 2 ഫീമെയിലുകളും ഇതിൻ്റെ കുഞ്ഞാണിത്. അതിൻ്റെ കുഞ്ഞാണ് ഇപ്പുറത്ത്. അതായത് ഈ ഫീമെയിലിൻ്റെ കുഞ്ഞാണ് ഈ ലെഫ്റ്റ് ഇരിക്കുന്ന ഫീമെയിൽ. ആ ഫീമെയിലിന് കുഞ്ഞിറക്കിയതാണ്. ഞങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ആ ഫീമെയിലിന് ഇറങ്ങിയതാണ് ഈ 2 പ്രാവുകൾ. ഈ ഒരു ഫീമെയിലും നടുക്ക് നിൽക്കുന്ന ഈ ഫീമെയിലും. പിന്നെ അതിൻ്റെ അപ്പുറത്തിരുന്ന വെള്ളയിൽ ഡയറക്റ്റ് ഇറക്കിയതാണ് ഈ ഒരു കുഞ്ഞ് ഇപ്പം നടുക്കിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഈ സബ്ജയും ആ കൂട്ടിക്കിടക്കുന്ന സബ്ജിയെല്ലാം സെയിം ലൈനാണ്. അപ്പോൾ ഈ സബ്ജീനെ വെട്ടി വെച്ചേക്കണേണ്. ഇതിൻ്റെ കൂടെ ഒരു 2 സബ്ജയും 1 വാലിക്കറുപ്പും പോയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഓവർ കയറി, നൈറ്റ് പറത്തിയ സമയത്ത് ഓവർ കയറി പറന്നുപോയി. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അതിലുള്ള ആ ബാച്ചിലുള്ള ഒരൊറ്റ സബ്ജ മാത്രമേ ഇതുള്ളൂ, വേറെ ഒന്നുമില്ല. മാട ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ മാടേനെ പിടിക്കുമെന്ന് ഇന്ന് പിടിച്ചാറായി. അയ്യോ, ഒരെണ്ണം ഇവിടെ ഇറങ്ങി. 1 2 അപ്പുറത്ത് ഷീറ്റിൽ ഏതോ പോയി ഇറങ്ങിയല്ലോ. അതേതാ? 1 2 അപ്പുറത്തെ ഷീറ്റിൽ ഇറങ്ങിയതാരാ? മെയില. നോക്കണ്ട, മെയിലിന് ഇടയ്ക്കിടയ്ക്ക് പിരാന്ത. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പഴയ പോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പം പ്രാവ് ആവശ്യമുള്ളവർ വരിക, പ്രാവ് എടുക്കുക, പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.